SKN ഞാൻ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് പറയാം. അവർക്ക് എന്ത് പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് പ്രത്യേകത ഉണ്ടോ? ഉള്ള ആളുകളാണ്. അപ്പോൾ അതിലൊന്ന് MV ഗോവിന്ദൻ, K സുധാകരൻ, EP ജയരാജൻ, VD സതീശൻ, ബിനോയ് വിശ്വം, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്താണ് ഈ 6 പേരുടെയും പ്രത്യേകത? എനിക്ക് തോന്നുന്നത് ഇവരിപ്പം അലങ്കരിക്കുന്ന ഈ കസേരയിലേക്ക് വന്നിട്ട് ആദ്യമാണ് അല്ലെ? അവർ നേരിടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ 6 പേരും അതത് പാർട്ടികളുടെയും മുന്നണികളുടെയും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ചുമതല ഏറ്റ ശേഷം നടക്കുന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അറിയാമല്ലോ, എന്തെങ്കിലും പാളിച്ച സംഭവിച്ചാൽ തലയിലെഴുത്തെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റത്തില്ല, കുഴപ്പമാകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ 6 ആളുകൾക്കും വളരെ വളരെ നിർണായകമാണ്. ചിലപ്പോൾ പണി പോയെന്നിരിക്കും, പണി പാളും. ബി കെയർഫുൾ. അതെ. കോടിയേരി ബാലകൃഷ്ണൻ രോഗബാധിതനായതോടെ അപ്രതീക്ഷിതമായി പാർട്ടി സെക്രട്ടറി സ്ഥാനം MV ഗോവിന്ദനും മുന്നണി കൺവീനർ സ്ഥാനവും EP ജയരാജനും ഏറ്റെടുക്കേണ്ടി വന്നു. ബിനോയ് വിശ്വത്തിനും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും സമാനമായ സാഹചര്യത്തിലാണ് ചുമതല ഏൽക്കേണ്ടി വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിനു ശേഷം കോൺഗ്രസ് നടത്തിയ തലമാറ്റത്തിനു പിന്നാലെ എത്തിയ നേതാക്കളാണ് VD സതീശനും K സുധാകരനും. രണ്ടാം പിണറായി സർക്കാരിൽ രണ്ടാമനായിരുന്ന MV ഗോവിന്ദൻ സംഘടനാ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. 2019 ഒരു സീറ്റ് എന്ന ദയനീയ പ്രകടനത്തിൽ നിന്ന് പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരിക എന്ന ഭഗീരഥ പ്രയത്നമാണ് MV ഗോവിന്ദന് മുന്നിലുള്ളത്. EP ജയരാജനും LDF കൺവീനർ എന്ന നിലയിൽ ഇത് മികവ് തെളിയിക്കേണ്ട അരങ്ങാണ്. സമാന സാഹചര്യത്തിലാണ് ബിനോയ് വിശ്വത്തിനും CPIയെ നയിക്കാനുള്ള അവസരം കിട്ടിയത്. കാനത്തിന്റെ വിയോഗത്തോടെ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറിയാകുന്നത് 2023-ൽ. ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമാണ് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായി കണ്ണൂരിൽ നിന്ന് K സുധാകരൻ എത്തുന്നത്. കണ്ണൂർ സീറ്റിൽ സ്ഥാനാർത്ഥിയായതോടെ KPCC അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായി മാറിയെങ്കിലും മുന്നിൽ നിന്ന് നയിക്കുന്നത് സുധാകരൻ തന്നെ. സ്വന്തം മണ്ഡലം നിലനിർത്തുന്നതിനോടൊപ്പം 2009 നേടിയ 19 സീറ്റ് പോകാതെ നോക്കുകയും വേണം. രമേശ് ചെന്നിത്തലയുടെ പിൻഗാമിയായി എത്തിയ VD സതീശനും ഇത് കന്നിപ്പോരാട്ടമാണ്. തന്ത്രങ്ങൾ മെനയാൻ ഉമ്മൻചാണ്ടിയില്ലാത്ത തെരഞ്ഞെടുപ്പാണ് എന്ന കുറവ് പരിഹരിക്കേണ്ടത് ഇരുവരും ചേർന്ന്. പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തോടെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം സാദിഖ് അലി ശിഹാബ് തങ്ങളെ തേടിയെത്തിയത്. മത്സരിക്കുന്ന 2 സീറ്റുകളും ഉറച്ച കോട്ടയാണ്. എന്നാൽ സമസ്തയുമായുണ്ടായ അഭിപ്രായ ഭിന്നതകൾ മലബാറിലെ വോട്ടെടുപ്പിൽ ബാധിക്കാതെ നോക്കുകയാകും പ്രധാന വെല്ലുവിളി. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആളാണ് K സുരേന്ദ്രൻ. ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടനം നന്നായില്ലെങ്കിൽ തലമാറ്റം നടത്തുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ സ്ഥിതി മെച്ചപ്പെടുത്തേണ്ടത് K സുരേന്ദ്രന്റെയും അനിവാര്യതയാണ്. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.